KSE സ്റ്റാർട്ടപ്പ് കേരള പദ്ധതി വഴി ഇതുവരെ 77 കമ്പനികൾക്കായി 97.72 കോടി രൂപയാണ് വായ്പ നൽകിയിട്ടുള്ളത്. സാർ 3, KSE കാർഷികാധിഷ്ഠിത MSME വായ്പാ പദ്ധതി. കാർഷികാധിഷ്ഠിത സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി KSE കാർഷികാധിഷ്ഠിത SMSE വായ്പാ പദ്ധതി കാപ്സ് എന്ന പേരിലൊരു വായ്പാ പദ്ധതി പ്രഖ്യാപിച്ച് 2022-2023 സാമ്പത്തിക വർഷത്തിലാണ് 6% പലിശ. ഈ പദ്ധതി വഴി 41 യൂണിറ്റുകൾക്ക് 95.13 കോടി രൂപ വായ്പ നൽകി. ഇതിലൂടെ 410 പേർക്ക് പ്രത്യക്ഷമായും 615 പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകിയിട്ടുണ്ട്. സാർ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലഭ്യമാക്കുന്ന സാർ സ്പീക്കറെ കാണുന്നില്ല സാർ. സാർ ഇത് സാർ പുതിയ പദ്ധതികൾ സാർ ഈ റിക്കാർഡ് വരാൻ വേണ്ടി ഞാൻ പറയാണ്. കേരളത്തിൽ ഒരിക്കലും സാധാരണഗതിയിൽ ഇന്ത്യയിൽ എവിടെയും ചോദ്യ സമയത്ത് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാറില്ല. ചോദ്യം കഴിഞ്ഞിട്ട് അവർക്ക് നിർണ്ണയിക്കാവുന്നതാണല്ലോ. ചോദ്യ സമയത്ത് ഇത്രയും മോശമായ സമീപനം കാണിക്കുന്നത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ മറന്നുപോകുന്നതാണെന്ന് കരുതൂടാ. മറന്നുപോയി എന്തായാലും ശരിയായ രീതിയല്ല. ചോദ്യം എന്ന് പറഞ്ഞാൽ മെമ്പർമാരുടെ അവകാശമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവരെ ഉപദേശിക്കണം. അങ്ങനെ നിയന്ത്രണമില്ലാതെ ഇവരെ വിടാൻ പാടില്ല. ഉപദേശിക്കുന്നതാണ് ചോദ്യം. ശ്രീ പ്രമോദ് നാരായൺ. സാർ, സ്പീക്കറെ കാണാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ചോദ്യം ഇതാണ്: കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് അതിനാധാര ചലനമായി തീരുന്ന സ്റ്റാർട്ടപ്പുകളുടെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ നടപ്പിലാക്കുന്ന പദ്ധതി, സ്റ്റാർട്ടപ്പുകളുടെ തുടക്കത്തിൽ നൽകുന്ന സാമ്പത്തിക പിന്തുണ പ്രധാനമാണ്. അതിന്റെ സ്കെയിലിംഗ്, അതിനാവശ്യമായ തരത്തിൽ ഈ പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുമോ എന്നതാണ് ചോദ്യം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, സ്റ്റാർട്ടപ്പുകളുടെ പദ്ധതി ഇപ്പോ CMBD പദ്ധതി 2 കോടിയാണ്. അത് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യാരണ്ടി ഷുവർട്ടീസ് ഇല്ലാതെ 10 കോടി രൂപ വരെ ഉൽപ്പന്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തുന്ന ഒരു വലിയ പദ്ധതിയുണ്ട്. 10 കോടി രൂപ വരെ. പലിശ കുറവാണ്. അതിന് 9.5%. CMBD 5%. അതും അല്പം കൂടി തുക വർദ്ധിപ്പിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ, 1 ലക്ഷത്തോളം ആളുകൾക്ക് ഈ പദ്ധതി വഴി ജോലി കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് സ്റ്റാർട്ടപ്പുകളെയും പുതുസംരംഭകരെ സഹായിക്കാനുള്ള കൂടുതൽ പദ്ധതികൾ സ്റ്റാർട്ടപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലേക്ക് എടുക്കാനാണ്. സാർ, അങ്ങനെ കാണാൻ വയ്യ. ശ്രീ ഉൾപ്പെടെ പുതിയ മെമ്പർമാരാണ് സഭയിൽ. അവരെപ്പോഴാണ് ഈ ബാനർ പിടിക്കാനായിട്ട് അവരെ ഏൽപ്പിക്കാൻ കൊള്ളാം. ഇത് ചെയ്യുന്നത് ശരിയാണോ? ഏറ്റവും പുതിയ മെമ്പർമാരെ കൊണ്ടാണോ ഈ ബാനർ പിടിപ്പിച്ചിങ്ങനെ തടസ്സം ഉണ്ടാക്കുന്നത്? സാർ, അങ്ങ് കാണാത്തോണ്ട് ഞാൻ പറയാണ്, ഇങ്ങനെ ഈ നിയമസഭ ചെയ്യാൻ പാടില്ല. നാട്ടിലാകെ അവമാനം ഉണ്ടാവും. ഏത് തെറ്റായ വൃത്തികെട്ട കാര്യം ഉണ്ടെങ്കിലും അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റാണ് സാർ ഇവിടെ. ഒരു കള്ളന്മാരെ സംരക്ഷിക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നടപടിയെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം മറച്ചു വെക്കാനും ചർച്ച വെക്കാനുമാണ് സാർ ചെയ്യുന്നത്. തുകവറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങനെ ടീമിനെ അങ്ങോട്ട് വലിക്കണം. പ്ലീസ് പ്ലീസ്. പ്രതിപക്ഷ നേതാവിനെ പോലും കാണുന്നില്ല. അങ്ങോട്ട് ബാനർ താത്താൻ പറ. പ്ലീസ്, ബാനർ അങ്ങോട്ട് താത്താൻ പറ. പ്ലീസ് പ്ലീസ്. അംഗങ്ങളൊന്നും അവിടെ ഇരിക്കണം. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല. ഇതൊരു മാന്യമായ രീതിയല്ല. ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സഭ ചോദ്യോത്തരവേള അനുവദിക്കണം. പ്ലീസ്. ഇതൊരു അനാദരവാണ്. കേരളത്തിലെ ജനങ്ങളോടുള്ള അനാദരവാണ്. ശ്രീ PK ബഷീർ, ഒന്ന് പറ. അങ്ങ് സീനിയർ അംഗല്ലേ, ഒന്ന് പറ. അങ്ങുള്ള സീനിയർ അംഗല്ലേ. യെസ്. ചോദ്യോത്തര വേള തടസ്സപ്പെടുന്ന രീതി സഭാ നടപടികളുടെ അനാദരവാണ്. അംഗങ്ങൾ സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ്. യെസ്. ചോദ്യോത്തര വേളയുടെ അവശേഷിക്കുന്ന ഭാഗം റദ്ദ് ചെയ്യുന്നു. സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു. സഭാ നടപടികൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. നിയമസഭയിൽ വലിയ തരത്തിൽ പ്രതിപക്ഷ പ്രതിഷേധമുയർന്നിരിക്കുന്നു. സഭയുടെ തുടക്കത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. സഭാ നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. സ്വർണ്ണപ്പാളി വിഷയം ഉയർത്തി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാധ്യത ഉണ്ട്. റൂൾ 50 നോട്ടീസ് നൽകില്ല. വി അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, സഭയുടെ തുടക്കം തന്നെ വലിയ പ്രതിഷേധം. ഇപ്പോൾ സഭാ നടപടികൾ തുടക്കത്തിൽ തന്നെ നിർത്തിവെച്ചിരിക്കുന്നു, അല്ലേ?
തീർച്ചയായിട്ടും റൂൾ 15 നോട്ടീസായി ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം കൊണ്ടുവരായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആദ്യ ആലോചന. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഇതേ വിഷയം കൊണ്ടുവന്നപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്കുന്ന വിഷയമെന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കറും സർക്കാരും ആ നോട്ടീസ് അവതരിപ്പിക്കാൻ പോലും അനുവദിക്കാതെ തള്ളിയിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരു തന്ത്രം പ്രതിപക്ഷം സ്വീകരിച്ചത്. രാവിലെ UDFന്റെ നിയമസഭാ കക്ഷി യോഗം ചേർന്നാണ് ആ തീരുമാനമെടുത്തത്. സഭയ്ക്കുള്ളിൽ ചോദ്യോത്തരവേള മുതൽ പ്രതിഷേധിക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ചോദ്യോത്തരവേള തുടക്കത്തിൽ പ്രതിപക്ഷ നേതാവ് ശബരിമല വിവാദം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സഭയിൽ മെൻഷൻ ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഈ അയ്യപ്പ ഭക്തരെ ഞെട്ടിച്ച് കിലോ കണക്കിന് സ്വർണം കട്ടെടുത്തു, ദേവസ്വം മന്ത്രി രാജിവെക്കണം, ഇതാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് പ്രതിപക്ഷ പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മൈക്ക് സ്പീക്കർ കട്ട് ചെയ്തു, ഓഫ് ചെയ്തു. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഫ്ലക്സുകളും ബാനറുകളും ഉയർത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. തയ്യാറെടുപ്പുകളുമായാണ് വന്നത്. അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്നാണ് സ്പീക്കറുടെ മുഖം മറച്ച് സ്ഥാപിച്ച ഫ്ലക്സിലെ വാചകം. ഇത്തരത്തിലുള്ള സർക്കാർ ദേവസ്വം മന്ത്രി രാജിവെക്കണം, അമ്പലം വിഴുങ്ങികൾക്ക് നടപടി വേണം തുടങ്ങിയ ആവശ്യങ്ങൾ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഫ്ലക്സ് ബോർഡുകളിലും ഉണ്ടായിരുന്നു, അവരുടെ കാർഡുകളിലും ഉണ്ടായിരുന്നു. ചോദ്യസമയത്ത് ഈ ബഹളം അസാധാരണമാണ്, ഇത് ഒരു സഭയിലും നടക്കുന്നതല്ല. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ മറന്നുകൊണ്ടാണോ ഇത്തരമൊരു ബഹളവുമായി ചോദ്യത്തിൽ എത്തിയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പരിഹസിച്ചു. സഭയിൽ സീറ്റ് വിട്ട് മന്ത്രിമാരും എഴുന്നേറ്റിരുന്നു. ഒരു പക്ഷത്ത് ഭരണപക്ഷ MLA-മാർ നടുത്തത്തിനടുത്തുവരെ എത്തി മുദ്രാവാക്യ വിളികളുമായി പ്രതിപക്ഷത്തിനെതിരെ പ്രതിഷേധിച്ചു. മറുഭാഗത്ത് പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കർ ഡയസിന് വരെ അടുത്തെത്തി ശക്തമായ മുദ്രാവാക്യ വിളികളോടെ പ്രതിഷേധിച്ചു. സഹകരിക്കണമെന്ന് അംഗങ്ങളുടെ പേര് മുതിർന്ന അംഗങ്ങളുടെ അടക്കം പേരെടുത്തു പറഞ്ഞ് സ്പീക്കർ അഭ്യർത്ഥിച്ചു. പക്ഷേ ഇത് ജനങ്ങളുടെ അനാദരവാണെന്ന് പറഞ്ഞ് സ്പീക്കർ MLA-മാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആരും പിന്തിരിഞ്ഞില്ല. ഭരണപക്ഷം ഒരു വശത്തും പ്രതിപക്ഷം മറുവശത്തുമായി ശക്തമായ മുദ്രാവാക്യ വിളികളും പ്രതിഷേധവുമായിരുന്നു സഭയിൽ കണ്ടത്. തുടർന്നാണ് ചോദ്യോത്തരവേള ഇതിനുശേഷം നടപടി നിർത്തിയുകയാണ് സ്പീക്കർ അറിയിച്ചത്. ഇപ്പോൾ സഭാ നടപടി നിർത്തിവച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ സഭാ നടപടി നിർത്തിവെക്കുമ്പോൾ ഇരു ഭാഗങ്ങളിലെയും കക്ഷി നേതാക്കളെ വിളിച്ച് സ്പീക്കർ സമവായ ചർച്ച നടത്താറുണ്ട്. അതിനുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ ചർച്ച നടത്തിയാൽ എന്ത് നിലപാടാകും പ്രതിപക്ഷം സ്വീകരിക്കുന്നതും കണ്ടറിയേണ്ടതാണ്. ഭവ്യ, അതാണ്, അതിന് എത്രമാത്രം സാധ്യതയുണ്ട് എന്നുള്ളതാണ് അരുൺ. കാരണം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തവണകളൊക്കെ ഏത് വിഷയമാണോ അടിയന്തര പ്രമേയത്തിന് ഉപയോഗിക്കുന്നത് അത് കൃത്യമായി അതിന് ചർച്ച നടത്താനുള്ള അനുമതി നൽകുന്നതാണ് നമ്മൾ കണ്ടത്. ഇത്തവണ അതിനുള്ള സാധ്യത അത് എത്രമാത്രമുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇടത് സർക്കാരും ദേവസ്വം ഉദ്യോഗസ്ഥരും ഇതിനു മുൻപ് ദേവസ്വത്തിന് തലപ്പത്തിരുന്ന ഇടത് നേതാക്കൾ എല്ലാവരും ഇപ്പോൾ ഇതാ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന വിഷയമാണ് ഈ സ്വർണ്ണപ്പാളി വിഷയം. അപ്പോൾ അതിന് ചർച്ചയ്ക്കുള്ള അനുമതി അത് നൽകാൻ എത്രമാത്രം സാധ്യതയുണ്ടെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ അരുൺ? ചർച്ചയില്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷം അത്തരത്തിൽ നോട്ടീസ് പോലും നൽകാത്തത്. കാരണം കഴിഞ്ഞ അവസാന ദിവസം സഭ ചേരുമ്പോൾ ഇതേ വിഷയമാണ്, കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതേ വിഷയമാണ് പ്രതിപക്ഷം റൂൾ 15 നോട്ടീസായി കൊണ്ടുവന്നത്. അന്ന് ഇത്രയധികം വെളിപ്പെടുത്തൽ വന്നിരുന്നില്ല. പക്ഷേ അപ്പോഴും സർക്കാർ നിലപാട് ഇത് കോടതികളുടെ പരിഗണനയ്ക്കുന്ന വിഷയമാണ്, ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടിരിക്കുന്ന വിഷയമാണ്, അക്കാര്യം ചർച്ചയ്ക്കെടുക്കാൻ ചർച്ച ചെയ്യാൻ തയ്യാറല്ല നിലപാടാണ് അപ്പോൾ സ്പീക്കറും ഭരണപക്ഷവും സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അതിന്റെ തുടർച്ചയായി ഈ വിഷയത്തിൽ ഇന്നും ഇത് ഉണ്ടാകില്ല എന്ന് വ്യക്തമാണ്. അത് മനസ്സിലാക്കിയാണ് പ്രതിപക്ഷം അത്തരമൊരു നീക്കത്തിൽ നിന്ന് പിന്മാറുകയും ഈ റൂൾ 15 നോട്ടീസിന് പകരം ചോദ്യോത്തരവേളയിൽ തന്നെ ഇത് ഉന്നയിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തത്. അതാണ് നിലവിലെ സാഹചര്യം. എന്തായാലും നിലവിൽ ഇപ്പോൾ സ്വർണ്ണപ്പാളി വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായി ഉയരില്ല, സഭ ചർച്ച ചെയ്യില്ല. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഇതാ പ്രതിപക്ഷം ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധവുമായി സഭ വിട്ട് ഇറങ്ങിയത്. ചോദ്യോത്തര സമയത്ത് ഈ ബഹളം അസാധാരണം, അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ മറന്നതുകൊണ്ടാണോ എന്നാണ് ധനമന്ത്രി ബാലഗോപാൽ അടക്കം ചോദിക്കുന്നത്. സഭയിൽ ശക്തമായ പ്രതിഷേധമാണ്. സ്പീക്കറെ കാണാൻ കഴിയില്ലെന്നടക്കം നേരത്തെ MLA-മാർ പറഞ്ഞിരുന്നു. സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. നടുത്തളത്തിലെത്തി ഭരണപക്ഷ MLA-മാരടക്കം സഭയുടെ തുടക്കത്തിൽ തന്നെ അസാധാരണമായ സാഹചര്യമായിരുന്നു ഇപ്പോൾ സഭയിൽ ഉണ്ടായിരുന്നത്. VV അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധമാണ് നിയമസഭയിൽ നടന്നത്. നടുത്തളത്തിനടുത്തെത്തി ഭരണപക്ഷ MLA-മാർ ഒന്നും മറച്ചുവെക്കാനില്ല, ഒരു കള്ളന്മാരെയും സംരക്ഷിക്കില്ലെന്നാണ് ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞത്. ചോദ്യോത്തരം തടസ്സപ്പെടുത്തുന്നത് മാന്യമായ രീതിയല്ലെന്ന് സ്പീക്കറും പ്രതികരിച്ചു. ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള അനാദരമെന്നാണ് സ്പീക്കർ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിനെ പോലും കാണുന്നില്ല. അങ്ങോട്ട് ബാനർ താത്താൻ പറ, പ്ലീസ് ബാനർ അങ്ങോട്ട് താത്താൻ പറ. പ്ലീസ് അംഗങ്ങളൊന്നും അവിടെ ഇരിക്കണം. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല, ഇതൊരു മാന്യമായ രീതിയല്ല.
ബഹുമാനപ്പെട്ട ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സഭ ചോദ്യോത്തരങ്ങൾ അനുവദിക്കണം പ്ലീസ്. ഇതൊരു അനാദരവാണ്. കേരളത്തിലെ ജനങ്ങളോടുള്ള അനാദരവാണ്. കേരളത്തിലെ ജനങ്ങളോടുള്ള അനാദരവാണ്. ശ്രീ പി കെ ബഷീർ ഒന്ന് പറ, അന്ന് സീനിയർ അംഗല്ലേ, ഒന്ന് പറ. സ്വർണ്ണപ്പാളിയിൽ ചർച്ചയില്ല. ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സഭയിൽ നടന്നത്. ഇടത് സർക്കാർ ഉത്തരം പറയേണ്ട, ദേവസ്വം ബോർഡ് ഉത്തരം പറയേണ്ട സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇപ്പോൾ ഇതാ ചർച്ചയില്ല. നിയമസഭയിൽ ചർച്ച നടത്തണമെന്ന് തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി, പക്ഷെ അത് ഉണ്ടാവില്ല എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ ഇതാ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ്. സ്പീക്കറിന് മുൻപിൽ ബാനർ കെട്ടി പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷം പ്രതിഷേധം പ്രകടിപ്പിച്ചത്. ഇപ്പോൾ സഭ വിട്ടിറങ്ങിയിരിക്കുന്നു, സഭ നിർത്തിവെച്ചിരിക്കുന്നു താൽക്കാലികമായി എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. സ്പീക്കറുടെ ഡയസിന് മുൻപിലും പ്രതിഷേധം നടന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടുത്തളത്തിനടുത്തെത്തി ഭരണപക്ഷ MLA-മാരടക്കം എന്നുള്ള സാഹചര്യം കൂടിയുണ്ട്. ഒന്നും മറച്ചുവെക്കാനുള്ള ഒരു കള്ളനെയും സംരക്ഷിക്കില്ല എന്നാണ് ധനമന്ത്രി പറയുന്നത്. ചോദ്യോത്തരം തടസ്സപ്പെടുത്തുന്നത് മാന്യമായ രീതിയല്ല എന്നാണ് സ്പീക്കർ പ്രതികരിച്ചത്. ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള അനാദരവെന്നാണ് സ്പീക്കർ പറയുന്നത്. എന്തായാലും ചോദ്യോത്തര വേള റദ്ദ് ചെയ്ത് സഭാ നടപടികൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്.